എല്ലാം കൊണ്ടും പുണ്യമായ മാസമാണ് വൈശാഖ മാസം. വൈഷ്ണവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണിത്. മഹാവിഷ്ണു തൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയോടുകൂടി ഈ ഭൂമിയിൽ സദാസമയം സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം. ഈ മാസത്തിൽ എന്ത് ധർമാനുഷ്ഠാനങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്താൽ അതിന് 10 മടങ്ങ് ഫലം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഈ വൈശാഖ മാസത്തിലെ പ്രാധാന്യം, ഈ മാസം മാധവ മാസം എന്നും അറിയപ്പെടുന്നു. എന്നും ഈ മാസത്തിൽ എന്നും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം, വിഷ്ണു ദർശനം നടത്തുകയാണെങ്കിൽ അതിന് എല്ലാ പുണ്യനദിയിലും കുളിച്ച ഫലം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള ഈ വൈശാഖ മാസ ആചരണം പൂർണ്ണത്രയീശൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്ന സമയത്ത് എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. ഇന്ന് നരസിംഹ അവതാരം ആചാര്യൻ ഇവിടെ വായിച്ച് സമർപ്പിച്ചു. അതിനുശേഷം എന്നെയും ഈ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നരസിംഹ അവതാരവും പ്രഹ്ലാദ ചരിതവും വർണ്ണിക്കുവാനാണ് എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാം അദ്ദേഹം വിസ്തരിച്ച് പറയുകയുണ്ടായി. ഭാഗവത പാരായണവും നടന്നു. ഇവിടെ ഈ വേളയിൽ ഭാഗവതത്തിൻ്റെതായ 7ാം സ്കന്ധത്തിലാണ് ഈ നരസിംഹ അവതാരവും പ്രഹ്ലാദ ചരിതവും വർണ്ണിക്കുന്നത്. ഈ 7ാം സ്കന്ധത്തിൻ്റെ ലക്ഷണം ഊതി എന്ന ലക്ഷണമാണ്. പുരാണ ലക്ഷണങ്ങൾ 10 ശ്രീമദ് ഭാഗവതത്തിന്. രാമായണത്തിന് 7 പുരാണ ലക്ഷണമാണ്. ദേവി ഭാഗവതത്തിന് 5 ലക്ഷണങ്ങളാണ്. ശ്രീമദ് ഭാഗവതത്തിന് 10 പുരാണ ലക്ഷണങ്ങളാണ്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരാനുഗതകൾ, ഈശാനുഗതകൾ, നിരോധം, മുക്തി, ആശ്രയം എന്നീ 10 ലക്ഷണങ്ങളടങ്ങിയ ശ്രീമദ് ഭാഗവതം കൃഷ്ണൻ്റെ തന്നെ പ്രതിരൂപമാണെന്നാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉദ്ധവരോട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉദ്ധവൻ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങ് പോയാൽ ഈ കലികാലം വരും. ഈ കലികാലം വന്നു കഴിഞ്ഞാൽ ആരാണ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സജ്ജനങ്ങൾക്കൊരാശ്രയം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയാലും എൻ്റെ സ്വരൂപം അക്ഷരങ്ങളിലൂടെ ഈ ഭാഗവത രൂപത്തിൽ ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ സർവ്വ തേജസ്സും ഭാഗവതത്തിൽ സന്നിവേശിപ്പിക്കുന്നു. അതുകൊണ്ട് ഭാഗവതം എന്ന് വെച്ചാൽ പ്രത്യക്ഷ കൃഷ്ണനാണ്. ഈ ഭാഗവതത്തിലെ 6 സ്കന്ധങ്ങളും വായിച്ച് കേട്ടതിന് ശേഷം പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയുണ്ടായി, എനിക്കൊരു സംശയം, 6 സ്കന്ധങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, മുനെ അങ്ങ് സാധിപ്പിച്ചു തരണം. എന്താണത്? ഇവിടം വരെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. മഹാവിഷ്ണുവിന് ദേവന്മാരോടാണ് കൂടുതൽ സ്നേഹം, ദേവന്മാർക്കാണ് കൂടുതൽ സഹായം ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? മഹാവിഷ്ണു സമഭാവനയുള്ള ആളല്ലേ, നിസ്സംഗനല്ലേ, ആരോടും പ്രത്യേക പ്രതിപത്തിയില്ലാത്ത ആളാണ്, എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്നവനാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ദേവന്മാരോട് കൂടുതൽ സ്നേഹവും ദേവന്മാർക്ക് കൂടുതൽ സഹായവും ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീശിവ ബ്രഹ്മർഷി പറഞ്ഞു, അങ്ങനെ അല്ല, അദ്ദേഹം നിസ്സംഗനും നിർഗുണനുമാണ്, എല്ലാവർക്കും സമഭാവനയുള്ളവനാണ്. ഒരു കാര്യമുണ്ട്, അദ്ദേഹം സദ്ഗുണപ്രധാനനാണ്, സത്വഗുണപ്രധാനനാണ്. ദേവന്മാരും സത്വഗുണപ്രധാനികളാണ്. അതുകൊണ്ട് ദേവന്മാർ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് അധർമ്മം നേരിടേണ്ടി വന്നാലും മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെടും, അദ്ദേഹം സഹായം കൊടുക്കും. അതുപോലെ തന്നെ അസുരന്മാരും അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട്. അതിന് ഉത്തമമായ ഉദാഹരണമാണ് ഹിരണ്യകശിപുവിൻ്റെ
ഹിരണ്യാക്ഷൻ്റെയും കഥ, പ്രഹ്ലാദ ബാലൻ്റെയും കഥ എന്ന് പറഞ്ഞ് ശ്രീശുഖ ബ്രഹ്മർഷി നമ്മളെ എല്ലാവരെയും ആ രാജസൂയ സദസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയ യാഗം നടത്താൻ ഒരുങ്ങി. ആ സമയത്ത് എല്ലാ രാജാക്കന്മാരും ഋഷീശ്വരന്മാരും